ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ബ്രെഡ് ഡോണറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റാണ്. അപ്പോൾ ബ്രെഡിന് 4 സൈഡും നമ്മളൊന്ന് അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ബ്രെഡിനെ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കി ഇതുപോലെ നന്നായിട്ട് ആ വെള്ളം ഒന്ന് മാറ്റി പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ എടുത്തിട്ടുള്ള എല്ലാ ബ്രെഡും ചെയ്യുക. ശേഷം അതിനെ ചെറുതായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം അതിനെ ഓരോ ചെറിയ ഉണ്ടയാക്കി എത്രയാണോ നമുക്ക് വലിപ്പം വേണ്ടത് ഒരു ഡോണറ്റിന് ആ വലിപ്പത്തിലാക്കിയിട്ട് ഉഴുന്നുവടയ്ക്ക് ഒരു ഹോള് നടുക്കിടുന്നത് പോലെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നല്ല ചൂടെണ്ണയിൽ ഇട്ട് നമുക്ക് മുറിച്ചെടുക്കാം. വളരെ ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ഡോണറ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നതാണ്. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോണറ്റിൻ്റെ ആ ഒരു പരുവം, മുറിച്ചെടുക്കുന്ന പരുവം. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഡോണറ്റും തന്നെ നമുക്ക് ആദ്യം ഒന്ന് പൊരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈസി റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് എക്സ്ട്രാ വേറെ ഒരു എസൻസോ ഒന്നും തന്നെ ഇതിലേക്ക് ഒരു കളറോ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇതിൽ എക്സ്ട്രാ ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഡോണറ്റ് എന്ന് പറയുമ്പോൾ മുകളിൽ ക്രീമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഒരു വലിയ ചോക്ലേറ്റാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് നമുക്ക് ഡിപ്പ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ അത്രയും വില കൊടുത്ത വലിയ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. 10 രൂപയുടെ ഒരു ഡയറി മിൽക്കും 10 രൂപയുടെ ഒരു മിൽക്കി ബാറുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഡോണറ്റും പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ചൂടുവെള്ളത്തിൽ അല്പം വെള്ളം എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ 10 രൂപയുടെ ഡയറി മിൽക്കും 10 രൂപയുടെ മിൽക്കി ബാറും കൂടെ ഇട്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് വന്നിട്ട് അത് എടുത്ത് ഞാൻ ഒരു സ്പൂണിൽ ഞാൻ ഓരോ ഡോണറ്റിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മാറ്റി മാറ്റി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര പെർഫെക്ഷൻ വന്നിട്ട് ആ ക്രീം കൊടുക്കുമ്പോൾ വരുന്നില്ല. കാരണം ഞാൻ ഒത്തിരി കുറച്ച് ക്വാണ്ടിറ്റി ആണല്ലോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, വലിയ ഒരു ചോക്ലേറ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് അത്രയും ഭംഗിക്കെടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 ചോക്ലേറ്റ് മാത്രം എടുത്ത് ആ ചെയ്തിട്ടുള്ള ഡോണറ്റിലെല്ലാം തന്നെ ചെയ്ത് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും, മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, എൻജോയ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഡോണറ്റ്, ഈസി, ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ്. അതും കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിൽ.